പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ലിജോ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് വൈകുന്നേരം കൺവെൻഷൻ ആരംഭിക്കുകയാണ്. എല്ലാ മാസത്തിലും ആദ്യത്തെ വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന ദൈവവചന ശുശ്രൂഷയിൽ വളരെ ആഗ്രഹത്തോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ ഒരുപോലെ സ്പർശിക്കട്ടെ. നമ്മുടെ മനസ്സുകളെ ദൈവം തമ്പുരാൻ തൊടട്ടെ. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ഒരു വിഷാദിച്ചിരിക്കണോണ്ടിരിക്കണേ, സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കാരണം ചിലർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമോ കിട്ടും ആ പ്രതീക്ഷയോടുകൂടെ വേണം ഇരിക്കാൻ. അപ്പോൾ ദൈവം കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ സ്പർശിക്കും. അപ്പോൾ ആ ആഗ്രഹത്തോടുകൂടെ വേണം നമ്മളിരിക്കാൻ. പ്രത്യേകിച്ച് നല്ല ചൂടാണ് പുറത്ത്, നമുക്കും നല്ല ചൂടുണ്ട്. അപ്പോൾ വളരെ സാധ്യതയാണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മയങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മയങ്ങണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആളെ ഉപദ്രവിക്കരുത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തല കൂട്ടിയിടിക്കരുത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. വളരെ ഒരു ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്ന ഒരാളാണ് പത്രോസ് ചേട്ടൻ. പത്രോസ് ചേട്ടനെ സംബന്ധിച്ച് അച്ഛൻ പറയാൻ കാരണം അദ്ദേഹം പള്ളിയിൽ പോയിട്ട് 1 മാസമായി. കാരണം വേറൊന്നുമല്ല, നല്ല തണുപ്പാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും പ്രസംഗിക്കുന്ന പ്രസംഗം ഒരു പ്രസംഗം തന്നെയാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചാണ് അച്ഛൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്രോസ് ചേട്ടന് ഭയങ്കര മടിയായി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പള്ളിയിൽ പോകാൻ മടിച്ച് ആള് വീടിൻ്റെ ഉള്ളിൽ ഒരു മലഞ്ചെരുവിലാണ് ആളുടെ വീട്. അപ്പോൾ ആ മലഞ്ചെരുവിൽ ഇങ്ങനെ വീട്ടിൽ കുറേ വിറകൊക്കെ ഇട്ട് തീ കത്തിച്ച് തണുപ്പ് മാറ്റാൻ വേണ്ടി ആ തീരെടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പള്ളിയിലുള്ള അച്ഛൻ ഇദ്ദേഹത്തെ കാണാൻ വരാണ്, പത്രോസ് ചേട്ടനെ കാണാൻ വരാണ്. ഈ പത്രോസ് ചേട്ടൻ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടു ഒരു വെള്ളക്കുപ്പായിട്ട് ഒരാൾ വരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി അത് വികാരി അച്ഛനാണ്, 1 മാസമായി പള്ളിയിൽ പോയിട്ട്. അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വരണത് എന്നുള്ള ഒരു മാസമായി പള്ളി പോകാത്തതിൻ്റെ കുറ്റബോധമൊക്കെ ഉണ്ട് ആൾക്കുണ്ട്. അങ്ങനെ അച്ഛൻ വന്ന് കതക് മുട്ടി. പത്രോസ് ചേട്ടൻ ഈ കതക് തുറന്നു കൊടുത്തു. അച്ഛൻ ഒരു വർത്താനം ഈ പത്രോസ് ചേട്ടനോടും മിണ്ടണില്ല. പക്ഷേ പത്രോസ് ചേട്ടൻ ഇങ്ങനെ ധാരാളം വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും എന്ത് ചെയ്തു, ഈ പത്രോസ് ചേട്ടനോടൊപ്പം ആ തീരെടുത്തിരുന്നു. പത്രോസ് ചേട്ടൻ ഇങ്ങനെ തോരാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അച്ഛൻ മറുപടി ഒന്നും പറയുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ വലിയ തീക്കൂമ്പാരത്തിൽ നിന്ന് ഒരു കനൽക്കട്ടയെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടതിന് ശേഷം വീണ്ടും പത്രോസ് ചേട്ടൻ വർത്താനം പറഞ്ഞു തുടങ്ങി. അച്ഛൻ മറുപടി ഒന്നും പറയുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട കനൽക്കട്ടയുടെ മുകളിൽ കൂടെ ചാരം പടർന്നു തുടങ്ങി. അത് കരിക്കട്ടയായി പോകുന്ന ഒരവസ്ഥയായി. അപ്പൊ ഇത് കണ്ട പത്രോസ് ചേട്ടൻ എന്ത് ചെയ്തു, ഇതെടുത്ത് തീയിലേക്ക് ഇട്ടു. അച്ഛൻ പറഞ്ഞു ഞാൻ പോട്ടെ. അച്ഛൻ പറഞ്ഞു ഞാൻ പോകട്ടെ. പത്രോസ് ചേട്ടൻ പറഞ്ഞു അടുത്ത ആഴ്ച മുതൽ ഞാൻ പള്ളിയിൽ വന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധരായ മോർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചാരം പടർത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ആ ചാരം പടർത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒന്നുകൂടെ കത്തി ശോഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പെരുന്നാളുകളും നമ്മൾ മുറ തെറ്റാതെ ആഘോഷിക്കുന്നത്. ശരിക്കും ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണത്തിൽ പെരുന്നാളുകൾ എന്ന് പറയുന്നത് വഴിവിളക്കുകളാണ്. ഇരുൾ വീണ വഴികളിൽ നമുക്ക് വെളിച്ചം തന്നുകൊണ്ടിരിക്കുന്നതാണ് ഓരോ വിശുദ്ധന്മാരുടെയും പെരുന്നാളുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹെരോദോ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം
കിഴക്കു നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കിഴക്ക്, ആ നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടിയായി തീർന്നത്. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ ഓരോ പെരുന്നാളുകൾ നമുക്ക് വഴികാട്ടികളാണ്. എവിടേക്കുള്ള വഴികാട്ടി? ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളാണ് ഓരോ വിശുദ്ധന്മാരും. പ്രത്യേകിച്ച് പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദ വലിയ സാക്ഷ്യമാണ് നമുക്ക് നൽകുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ നെഞ്ചിൽ നിന്ന് ഈ ലോകത്ത് വീണ വിത്താണെങ്കിൽ മാംസം ധരിച്ച ദൈവത്തെ പോലെ ദൈവസാദൃശ്യം ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ദൈവസാദൃശ്യം പേറി ജീവിക്കേണ്ട നമ്മൾ പലപ്പോഴും വേറെ വഴി കൂടെ പോകും. പക്ഷേ ദൈവസാദൃശ്യം പേറി ജീവിച്ചവരാണ് ഓരോ വിശുദ്ധന്മാരും സഹദാമാരും. അങ്ങനെ ജീവിച്ച വിശുദ്ധ സഹദായുടെ ഓർമ്മ പെരുന്നാളാണ് നമ്മളേറെ സന്തോഷത്തോടുകൂടെ നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെ നമ്മുടെ ഈ പെരുന്നാൾ അനുഗ്രഹമായി തീരണമെങ്കിൽ നമ്മൾ ഗീവർഗീസ് സഹദായിലൂടെ ലഭിക്കുന്ന ആ വലിയ സാക്ഷ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കർത്താവിനെ പിൻപറ്റണം. ഇന്ന് ശരിക്കും പെരുന്നാളുകളെന്ന് പറഞ്ഞാൽ അല്ലേ, തൊലിപ്പൊത്ത കുരിശടയാളം പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പുറമെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടണം പെരുന്നാൾ. അതായത് വിശുദ്ധ സഹദായുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ സഹദായുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച ക്ലേശങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധ സഹദ ഏതു പ്രകാരമാണോ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ ശ്രമിച്ചത്, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടണം. അല്ലെങ്കിൽ വെറും പെരുന്നാളായിട്ട് മാറും, വെറും നാളുകളായിട്ട് മാറും. പണ്ട് എൻ്റെ അമ്മ കോഴീനെ പൊരുന്നിക്ക് വെക്കാറുണ്ട്. പൊരുന്നിക്ക് വെക്കും. ഇവിടെ എന്താ പറയണേ അല്ലേ? ചില നാടുകൾ അട വയ്ക്കുമെന്ന് പറയണേ. അട വയ്ക്കും. അപ്പം ഞങ്ങളുടെ അവിടെ പറയുന്നത് പൊരുന്നിക്ക് വെക്കാന്നാണ്. ഇവിടെ അങ്ങനെ പറയൂലേ? പറയും. അപ്പം എൻ്റെ അമ്മ ഈ കോഴിമുട്ട ഒരു 10-15 വെക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി കോഴിമുട്ടയുടെ മുകളിൽ കുരിശ് വരയ്ക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇത് അമ്മ എന്തുകൊണ്ട് പരിപാടി കാണിക്കണേ? കാരണം സാധാരണ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് നെറ്റിൽ നിന്നും നെഞ്ചിലേക്കും ഇടത്തേതിൻ്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിൻ്റെ മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞ് അല്ലേ, അങ്ങനെ കുരിശ്. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി കുരിശ് വരയോട് വരാം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇത് എന്ത് ഇങ്ങനെ കാണിക്കണേ? അപ്പം അമ്മച്ചി പറയാണ്, കോഴിക്കുഞ്ഞിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ടയുടെ മുകളിൽ കുരിശ് വരയ്ക്കണേന്ന്. അപ്പം ഞാൻ ചോദിച്ചു, പുറമെ വരയ്ക്കണ കുരിശ് എങ്ങനെ ഉള്ളിൽ സംരക്ഷണം കിട്ടണേ? അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. കണ്ടോ, അതിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പം നമ്മൾ ആഘോഷിക്കുന്ന പെരുന്നാളിന് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിന് അനുധാവനം ചെയ്യുവാൻ സാധിക്കുന്നതിന് നമുക്ക് ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് അച്ഛൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം. ബർത്തീമായി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? ഒരു അന്ധനായിരുന്നു അല്ലേ? അങ്ങനെ യേശു ക്രിസ്തു അതുവഴി കടന്നു പോകുന്നത് മനസ്സിലാക്കിയപ്പോൾ ആ അന്ധനായ മനുഷ്യൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ അല്ലേ. അപ്പം അങ്ങനെ കാഴ്ച കിട്ടിയ ഒരാളാണ് ആര്? ബർത്തീമായി. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഹോംവർക്കാണ്, വീട്ടിൽ പോയി ഇത് വായിച്ചു നോക്കണം. ഏതാണ് വേദഭാഗം? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യം. ഹോംവർക്കാണ്, വീട്ടിൽ പോയി വായിക്കണം ഈ വേദഭാഗം കേട്ടോ. അപ്പോൾ ഇവിടെ ബർത്തീമായി എന്ന് പറയുന്ന മനുഷ്യൻ യേശു ക്രിസ്തു അതുവഴി കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ
അവൻ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ഇവിടെ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, യേശു ക്രിസ്തു അതുവഴി കടന്നു പോകുന്നതിന് മുമ്പും കടന്നു പോയതിനു ശേഷവും ഭർത്തിമായിക്ക് പ്രകടമായിട്ടുള്ള മാറ്റമുണ്ടായി. അതായത് യേശു ക്രിസ്തു അതുവഴി കടന്നു പോകുന്നതിന് മുമ്പും കടന്നു പോയതിനു ശേഷവും പ്രകടമായിട്ടുള്ള മാറ്റമുണ്ടായി. ആർക്ക്? ഇവിടെ എന്നെ ശ്രദ്ധിക്കും കേട്ടോ. ഇത്രയും സുന്ദരനായിട്ടുള്ള ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വേറെ ആരും ശ്രദ്ധിക്കരുത്, എന്നെ മാത്രം ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു കടന്നു പോകുന്നതിന് മുമ്പ് ഭർത്തിയുമായി എങ്ങനെയുള്ള ആളായിരുന്നു? അന്ധനായിരുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷമോ കാഴ്ച കിട്ടി. യേശുവിനെ കാണുന്നതിന് മുമ്പ് അവൻ ഇരിക്കുകയായിരുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷമോ അനുഗമിച്ചു. യേശുവിനെ കാണുന്നതിന് മുമ്പ് അവൻ വഴിയരികിലായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷമോ വഴിമധ്യത്തിലായി. യേശുവിനെ കാണുന്നതിന് മുമ്പ് അവൻ യാചകനായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷമോ ശിഷ്യനായിട്ട് തീർന്നു. കണ്ടോ? അപ്പൊ മാറ്റങ്ങൾ വന്നത് കണ്ടോ? യേശുവിനെ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷവും പ്രകടമായിട്ടുള്ള മാറ്റം ആർക്കുണ്ടായി? ഭർത്തിമായിക്കുണ്ടായി. പള്ളിയിൽ വരുന്നതിന് മുമ്പും പള്ളിയിൽ വന്നതിന് ശേഷവും നമുക്ക് എന്തുണ്ടാവണം? മാറ്റം ഉണ്ടാവണം. ഇത് പള്ളിയിൽ വരുമ്പോഴും പള്ളി കഴിയുമ്പോഴും അല്ലേ? അങ്ങനെ ആവരുത്. അച്ഛൻ ഏറ്റവും അവസാനം പറയാണ്, നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകുവിൻ എന്ന് പറയുമ്പോൾ അത് കിട്ടണം. എന്ത്? സമാധാനം കിട്ടണം അല്ലേ? സമാധാനം കിട്ടണം. ഇന്നത് കിട്ടണ്ട. അപ്പൊ നമ്മൾ സംബന്ധിക്കുന്ന കുർബാന അങ്ങനെ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുക്കമുള്ളവരാകണം. ഇപ്പൊ പെരുന്നാളിന് വരുന്നു, പെരുന്നാൾ സംബന്ധിക്കുന്നു. പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? മാറ്റം ഉണ്ടാവണം. മാറ്റമില്ലായില്ലെങ്കിൽ കഥയില്ല. ഈ പെരുന്നാളോ ഭയങ്കര പെരുന്നാളായിരുന്നു, ഇതിൽ കഥയില്ല. ആ പെരുന്നാളിലൂടെ നമുക്ക് എന്തായിട്ട് മാറണം? മാറ്റം ഉണ്ടാവണം. ഇന്ന് മുഴുവൻ സെലിബ്രേഷനാണ്, സെലിബ്രേറ്റ് ചെയ്യുക അല്ലേ? എന്താ ആഘോഷങ്ങൾ വേണ്ടെന്നല്ല, പക്ഷെ ആരോടൊപ്പം ആഘോഷിക്കണം? ക്രിസ്തുവിനോട് ചേർന്ന് ആഘോഷിക്കണം. ഇന്ന് ക്രിസ്തു ഇല്ലാത്ത ആഘോഷങ്ങളാണ്. ക്രിസ്തുവിനോട് ചേർന്ന് ആഘോഷിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവണത്? മാറ്റമുണ്ടാകണത്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കണ്ടോ? അപ്പോൾ കർത്താവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ പിതാവ് തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതൊക്കെയും തരും. കണ്ടോ? തരാന്നല്ല, തരും. അപ്പൊ കർത്താവിനോടുകൂടെ നമ്മൾ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്ത് നോക്കി, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അനുഗ്രഹം കിട്ടും. ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഈ സന്തോഷം കിട്ടാത്തത്, ഈ സമാധാനം കിട്ടാത്തത്? ഇത് നമ്മുടെ ചെവിക്കൂടെ കയറി പോവാ. തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ കയറണില്ലത്. ഉള്ളിൽ കയറണം. അപ്പൊ നമ്മള് എത്ര നാളായി ഈ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എത്ര നാളായി അല്ലേ? അമ്മയുടെ വയറ്റിൽ ഉരുവായ സമയം മുതൽ നമ്മൾ വചനം കേൾക്കാൻ തുടങ്ങിയതാ അല്ലേ? സത്യല്ലേ? പുറത്തേക്ക് വന്നപ്പോഴും നമ്മൾ വചനം കേൾക്കണം അല്ലേ? സൺഡേ സ്കൂളിൽ പഠിക്കുന്നു, സൺഡേ സ്കൂളിൽ നമ്മൾ പരീക്ഷ എഴുതുന്നു, പിന്നെ യുവജന പ്രസ്ഥാനത്തിലും സ്ത്രീ സമാജത്തിലും പിന്നെ എന്നു വേണ്ട എല്ലാ ഞായറാഴ്ചകളിലും അച്ഛൻ പ്രസംഗിക്കുന്നു
പിന്നെ കൺവെൻഷൻ വന്ന കൺവെൻഷൻ കേൾക്കുന്നു, പിന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ഇത് ദൈവവചനം കേൾക്കുന്നു. അല്ലേ? കേൾക്കണ്ട്, അല്ലേ? കേൾക്കണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മുടെ ഈ ചക്കപ്പഴത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ചക്കക്കുരു ഉണ്ടാവും, അല്ലേ? ഈ ചക്കക്കുരു നമ്മൾ എന്ത് ചെയ്യണം? പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടണം. അപ്പം എന്ത് സംഭവിക്കും? ഒരാഴ്ച കഴിയുമ്പോൾ അത് മുളച്ചു വരും, അല്ലേ? മുളച്ചു വരും. ഒരു മാങ്ങാപ്പഴത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മാങ്ങാണ്ടി ഉണ്ട്. അത് നമ്മൾ പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടണം. അപ്പം എന്ത് സംഭവിക്കും? ഒരാഴ്ച കഴിയുമ്പോൾ മുളച്ചു വരും, അല്ലേ? മുളച്ചു വരും. നമ്മുടെ വീടിൻ്റെ അടുത്ത് വല്ല കനാലോ തോടോ വെള്ളം പോണതേ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ വെള്ളം വറ്റിയ സമയത്ത് നമ്മൾ ചെല്ലണം. നല്ല ഉരുളൻ കല്ലുകൾ കിട്ടും, മിനുസുള്ള കല്ലുകൾ. നമ്മളത് പറക്കി 2-3 കൊണ്ടുവന്നിട്ട് പറമ്പിൽ കുഴിച്ചിടണം. ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുളച്ചു വരും, അല്ലേ? മുളച്ചു വരും. ഇല്ല, അതെന്താ മുളച്ചു വരാത്തെ? അതിന് ജീവനില്ല. മറ്റേതിന് എന്തുണ്ട്? ജീവനുണ്ട്. ഈ അമ്മയുടെ വയറ്റിൽ ഉരുവായ സമയം മുതൽ കേട്ട ഈ ദൈവവചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്, അല്ലേ? ജീവനുണ്ട്. അപ്പൊ ജീവനുള്ള ഈ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വീണിട്ടുണ്ടല്ലോ, വീണുണ്ട്. ഇത് മുളച്ചിട്ടുണ്ടോ? മുളയ്ക്കണ്ടേ? ജീവനുള്ളതാണെങ്കിൽ മുളയ്ക്കണ്ടേ? ഇത് ജീവനുള്ളതാണല്ലോ, മുളച്ചുണ്ടോ? ഇല്ലേ? ഉണ്ട്, അല്ലേ? അപ്പൊ അത് വളർന്നിട്ടുണ്ടോ? അതിപ്പോ എങ്ങനെയാ അറിയണം? അപ്പൊ വളർന്നുണ്ടോ? വളർന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ എന്താ ഉണ്ടാവപ്പോ അതിപ്പോ, അല്ലേ? അപ്പൊ ചക്കക്കുരു മുളച്ചു വളർന്നു പ്ലാവായി, അതിലെന്തുണ്ടായി? ചക്കയുണ്ടായി. മാങ്ങാണ്ടി മുളച്ചു വളർന്നു എന്തായി? മാവ്, അല്ലേ? അതിലെന്തുണ്ട്? മാങ്ങയുണ്ട്. അപ്പൊ ഈ വചനമാകുന്ന വിത്ത് മുളച്ചു വളർന്നു ഫലം ഉണ്ടാവണം. എന്താ ഫലം? പരിശുദ്ധനായ പൗലോ, നല്ല ഫലം എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് സ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22, ആത്മാവിന്റെ ഫലമോ സ്നേഹമുണ്ടോ? കേൾക്കണല്ലോ. സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? കേൾക്കണില്ല. സമാധാനമുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? ദയുണ്ടോ? പരോപകാരമുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സൗമ്യതയുണ്ടോ? ഇതൊന്നുമില്ല, അല്ലേ? ഇങ്ങനെ ഇരിക്കുക. ഇതില് കഥയില്ല, ഫലങ്ങൾ ഉണ്ടാവണമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് യജമാനനോട് കൃഷിക്കാരൻ പറഞ്ഞു, ഒരു വർഷം കൂടെ നോക്കട്ടെ കേട്ടോ, ഒരു പെരുന്നാൾ കൂടി നോക്കട്ടെ, 2027 വരെ നോക്കട്ടെ. ഇച്ചിരി കൂടി പെരുന്നാളില് കുറച്ചും കൂടെ വളമിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നോക്കാം. ഉണ്ടായില്ലെങ്കിലോ വെട്ടിക്കളയും. കണ്ടോ? അപ്പോൾ പെരുന്നാളിന് ശേഷമുള്ള ജീവിതമാണ് പ്രധാനം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്. ഇതില്ലെങ്കിൽ കഥയില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഭർത്തിമായിക്ക് കിട്ടിയ ഈ ഒരു സൗഖ്യത്തിന് കാരണം എന്താണ്? യേശുവിന്റെ സൗമ്യമായ ഇടപെടലാണോ? അല്ലെങ്കിൽ സമാശ്വാസ വാക്കാണോ? അല്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ അവന്റെ വിശ്വാസമാണ് അവനെന്തായിട്ട് കാരണമായി തീർന്നത്? അവന്റെ കാഴ്ചയ്ക്ക് കാരണമായി തീർന്നത് വിശ്വാസമാണ്. വിശ്വാസമല്ലേ? അതല്ലത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെയാ? ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ വിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് മുഖാന്തരമായി തീരുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ എത്ര നാൾ ജീവിക്കാം? വേദപുസ്തക പ്രകാരം മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വൻമഹിമാദനം സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ,
7 10 ഏറെയായാൽ 80 മാത്രം നീളുമായുസതു നിനച്ചാൽ. 80 കഴിഞ്ഞാൽ ആ കട്ട പുകയാ. 80 വരെ എത്തും ഈ വണ്ടി. 80 വരെ എത്തുമോ? എനിക്കിപ്പോൾ ഒരു 95 വരെ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര നാൾ ജീവിക്കാം? 80 × 365 29,000 ദിവസം ജീവിക്കാം. അതിൽ ഉണ്ണണം, ഉറങ്ങണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ജോലിയുണ്ട്. ഒരു 10,000 അങ്ങോട്ട് പോട്ടെ. 29,000 നിന്ന് 10,000 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പം എത്രയുണ്ട്? 19,000. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ? 80 വയസ്സ് വരെ ജീവിച്ച്. ഇവിടെ ഇരിക്കുന്ന ഏകദേശം 75% ആളുകൾ, എനിക്ക് തോന്നുന്നു 80% ആളുകളും 40 കഴിഞ്ഞോരാ. ഇനിയിപ്പോൾ എത്ര നാളും കൂടി ഉണ്ട് ഇനി? അങ്ങനെ പറയില്ല ചാ. ഇത്രേ ഉള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പനായിട്ട്, അമ്മയായിട്ട്, സഹോദരങ്ങളായിട്ട്, മകനും മകളുമായിട്ട്, ഭാര്യയും ഭർത്താവായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്ന വചനത്തിലൂടെ നമ്മൾ സാക്ഷ്യമുള്ളവരായിട്ട് തീരണം. അതാണ് വിശ്വാസം എന്ന് പറയണത്. അതാണ് വിശ്വാസം. വിശ്വാസം നമ്മളിലൂടെ പ്രതിഫലിക്കണം. പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ട സുവിശേഷം എത്ര ഉണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ? 4 എണ്ണമാണ് അല്ലേ? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. 5-മതൊരു സുവിശേഷം ഉണ്ട്. അത് ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ മക്കളുടെ മുൻപിൽ വായിക്കപ്പെടേണ്ട 5-മത്തെ സുവിശേഷം ആരാ? അപ്പനും അമ്മയാണ്. എൻ്റെ ഭാര്യയുടെ മുൻപിൽ വായിക്കപ്പെടേണ്ട 5-മത്തെ സുവിശേഷം ആരാ? ഭർത്താക്കന്മാരാ. എൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ വായിക്കപ്പെടേണ്ട 5-മത്തെ സുവിശേഷം ആരാ? ഭാര്യമാരാണ്. എൻ്റെ അയൽവക്കക്കാരുടെ മുൻപിൽ, എൻ്റെ സഹപ്രവർത്തകരുടെ മുൻപിൽ വായിക്കപ്പെടേണ്ട സുവിശേഷമായിട്ട് മാറണം. അതാണ്. അങ്ങനെ മാറിയാലാണ് അനുഗ്രഹമുള്ളൂ പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ പുറമെ നമുക്കിങ്ങനെ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്താം. അതുകൊണ്ട് കഥയില്ല. ഭർത്തിമായുടെ ജീവിതത്തിൽ അവൻ്റെ കാഴ്ചയ്ക്ക് മുഖാന്തരമായി തീർന്ന അവൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. തലയ്ക്ക് മുകളിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു ഒഴുക്കൻ ചിന്തയല്ല, മറിച്ച് എന്നെ ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചപ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും കൂട്ടുനിന്ന സർവശക്തനായ ദൈവം എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് വിശ്വാസം. അപ്പോൾ ഒന്നാമത് ഭർത്തിയുമായുടെ ജീവിതത്തിൽ കാഴ്ചയ്ക്ക് കാരണമായി തീർന്നത് എന്താണ്? അവൻ്റെ വിശ്വാസം. 2, അറിവും തിരിച്ചറിവും. ഇവിടെ നോക്കിയേ, വഴിയരികിലിരുന്ന ഭിക്ഷക്കാരൻ പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്നവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ നസ്രായനായ യേശു എന്ന് കേട്ടിട്ട്, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ആര്? ഭർത്തിയുമായി. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭർത്തിയുമായിക്ക് ശരിക്കും കാഴ്ച ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവന് പുറത്തെ കണ്ണിനെ കുഴപ്പമുള്ളൂ, പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള കണ്ണിന് പ്രശ്നമില്ല. കാരണം അവൻ പ്രവചനത്തിൽ നിന്നാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, ദാവീദ് പുത്രൻ അഥവാ മശിഹ വരുമ്പോൾ അന്ധന്മാരുടെ കണ്ണ് തുറക്കും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല എന്ന് വാഗ്ദാനമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:5 പറയുന്നു, അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല, അന്ന് മുടന്തർ മാനിനെ പോലെ ചാടും. കണ്ടോ? ഈ പ്രവചനത്തിന്റെ വെളിച്ചത്തിലാണ് ആര് പറയണേ? ഭർത്തിയുമായി പറയുന്നത്, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. യേശു മശിഹായാണെന്ന് അംഗീകരിക്കാതെ അവനെ ക്രൂശിക്കുവാൻ യഹൂദവർഗം കരുക്കൾ നീക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭർത്തിയുമായി അഭിസംബോധന ചെയ്യുന്നത്. വലിയ ആഢ്യമുള്ള, പാണ്ഡിത്യമുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അന്ധനായ മനുഷ്യൻ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു.
അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. സാധാരണ യേശുവിനെ നസ്രത്തുകാരൻ യേശു, നസ്രായനായ യേശു എന്നാണ് പറയാറ്. നമുക്ക് കാണാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പീലിപ്പോസ് നഥാനിയേലിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യൗസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോഴാണ് നഥാനിയേൽ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന്. ഒരു പഴമൊഴിയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നും കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്ന പോലെ ഒരു പഴമൊഴിയാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നസ്രത്തുകാരൻ യേശു എന്നാണ് പറയുന്നത്. ഇനി പത്രോസ്ലീഹ യേശു ക്രിസ്തുവിന്റെ ഈ ന്യായവിസ്താര സഭയില് ചുറ്റി നടക്കേണ്ടത് എന്താ സംഭവം എന്ന്. അപ്പൊ ചില സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്, നീയും അവന്റെ കൂടെയുള്ള ആളല്ലേ, ആ നസ്രത്തുകാരൻ യേശുവിന്റെ കൂടെയുള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:71 പറയുന്നു, ഇവനും നസ്രായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോഴാണ് പത്രോസ്ലീഹ പറയുന്നു, ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം തള്ളി പറയുന്നു. വീണ്ടും എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:19 പറയുന്നു, ദൈവത്തിലും സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളതായിരുന്നു അവരുടെ സംഭാഷണം. അവിടെയും ഈ നസ്രത്തുകാരൻ യേശു എന്നാണ് പറയുന്നത്. വീണ്ടും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:37 പറയുന്നു, ഭിക്ഷക്കാരൻ മാത്രമല്ല ജനങ്ങളും പറയുന്നു നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1:24 അശുദ്ധാത്മാവ് ബാധിച്ച ആളുകൾ പറയുന്നു, നസ്രായനായ യേശുവേ നിനക്കും ഞങ്ങൾക്കും എന്ത് എന്ന് പറയുന്നുണ്ട്. സുന്ദരം എന്ന ഗോപുരത്തിൽ പത്രോസ്ലീഹ കടന്നു പോകുമ്പോൾ ഭിക്ഷ യാചിച്ചു, അല്ലേ? അപ്പോൾ പത്രോസ്ലീഹ പറയുന്നു, വെള്ളിയോ പൊന്നോ ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും എന്താണ് പറയുന്നത്? നസ്രായനായ യേശു എന്നാണ് പറയുന്നത്. പക്ഷെ നോക്കി, ഒരു അന്ധനായ മനുഷ്യൻ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്ന് നിലവിളിക്കുകയാണ്. ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇതാണ് തിരിച്ചറിവ്. നമുക്ക് യേശുവിനെ അറിയാം, യേശുവിൻ്റെ അനുഭവങ്ങൾ നമ്മളിൽ നിന്ന് അകലെയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. കാരണം യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ഗുണങ്ങളാണ് നമ്മളിലൂടെ, അല്ലേ? ഇപ്പൊ കുറച്ച് നാൾ തുളസി വെള്ളം കുടിച്ചു നോക്കിയ, തുളസിയുടെ നമ്മുടെ വിയർപ്പിന് വരെ തുളസിയുടെ മണം. ഇപ്പൊ നമ്മൾ നെസ്കഫി കാപ്പി കുടിച്ചു നോക്കിയേ, അല്ലേ? നമ്മൾ ഒഴിക്കുന്ന യൂറിന് ചിലപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ പുറപ്പെടുവിക്കുക. നമ്മുടെ ജീവിതം കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. ഇന്ന് തിരിച്ചറിവില്ല. നമുക്ക് അറിവുണ്ട്, എന്തില്ല? തിരിച്ചറിവില്ല. നമുക്ക് കാഴ്ചയുണ്ട്, നമുക്ക് എന്തില്ല? ഉൾക്കാഴ്ചയില്ല. കാഴ്ച എന്ന് പറയുന്നത് എന്താ? അടുത്തുള്ളവനെ കാണാൻ സാധിക്കുന്നതാണ് കാഴ്ച. അടുത്തുള്ളവനെ കാണാൻ പറ്റാത്തതാണ് അന്ധത. അടുത്തുള്ള ആളെ കാണാൻ പറ്റുന്നതാണ് കാഴ്ച, അടുത്തുള്ളവനെ കാണാൻ പറ്റാത്തതാണ് അന്ധത എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്തുവിനെ എനിക്കറിയാം. ഇപ്പൊ നമ്മൾ നോക്കി, അനേകം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് ദൈവം തന്നേക്കണത്, അല്ലേ? തന്നേക്കണത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 6:1 പറയുന്നു, അതായത് നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, അല്ലേ? ബഹുമാനിക്കണം. മാറുന്ന ഈ കാലഘട്ടത്തിൽ അണുകുടുംബങ്ങൾ വർദ്ധിക്കുകയും പ്രായമായവർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് അവരെ കേവലം വണങ്ങുക എന്നതല്ല, മറിച്ച് അവരുടെ പ്രായമായ അവസ്ഥയിൽ അവർക്ക് നൽകേണ്ട അംഗീകാരവും കരുതലും സ്നേഹവുമാണ്. നന്മ ഉണ്ടാവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യം കൊണ്ട് അർത്ഥാക്കുന്നത്, അല്ലേ? കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് 2 ജോഡി അപ്പനും അമ്മയാണ്. ഒരു ജോഡീനെ കൊണ്ട് പറ്റണില്ല, അതിൻ്റെ ഇടയ്ക്ക് 2 ജോഡി അപ്പനും അമ്മയും, അല്ലേ?
നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ആയിക്കോട്ടെ, ഇതാണോ ബഹുമാനം? അല്ലേ? എന്തൊരു ബഹുമാന! എൻ്റെ അമ്മയ്ക്ക് 40-ാമത്തെ വയസ്സിലുണ്ടായ മോനെ ഞാൻ. എനിക്ക് മൂത്തത് 2 ചേട്ടന്മാരാ. അപ്പം 3-ാമത്തത് പെണ്ണാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഈ പരുവത്തിലായിപ്പോയി. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചന് കഴിഞ്ഞിടയ്ക്ക് നവംബർ മാസത്തിൽ കാലിന് അതായത് ഒരു ആക്സിഡൻറ്റ് വന്ന് എല്ല് പൊട്ടി, അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് അപ്പം അപ്പച്ചൻ്റെ മുറിയിൽ കിടക്കാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് അപ്പം അവിടെയാണ് പ്രാർത്ഥനയും പാട്ടും വർത്താനമൊക്കെ അവിടെയാണ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ അമ്മ, ഞാൻ 2 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മച്ചി ടെറസിൻ്റെ മുകളിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കിണറ്റിലേക്ക് കാലിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. നല്ല വെള്ളമുള്ള കിണറ്റിലേക്ക് കാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അമ്മ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഈ സാഹസം കണ്ടു. എൻ്റെ അമ്മ താഴെ വന്ന് പതുങ്ങി വന്ന് എന്നെ കോരിയെടുത്തു. അതെൻ്റെ അമ്മയുടെ സ്നേഹം. എൻ്റെ അമ്മയുടെ സ്നേഹം. എൻ്റെ അമ്മ ടെറസിൻ്റെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ എപ്പോൾ ചാടിപ്പോയി നോക്കിയാൽ മതി. അപ്പം എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചില്ലേ? ആ സ്നേഹം. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് 82 വയസ്സുണ്ട്. ചില സമയത്ത് നമുക്ക് പറയാൻ, അതായത് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയണേ. എന്നാലും എൻ്റെ അമ്മയ്ക്ക് എന്നോട് കാണിച്ച സ്നേഹം ഇന്നും ഞാൻ കാണിക്കുന്നു. എൻ്റെ അമ്മയുടെ ആ പ്രായത്തിലുള്ള കുറവിനെ ഞാൻ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? എൻ്റെ ഈ താടിയുടെ അടിയിൽ പട്ടി കടിച്ചൊരു പാടുണ്ട്. അത് മറച്ചു വെച്ചേക്കാം. 2-ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചതാ. വീടിൻ്റെ മുൻവശത്തുള്ള വീട്ടിൽ പോയതാ. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവിടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാ. അപ്പോഴാണ് ഈ കടി കിട്ടിയത്. അതിനേക്കാൾ മുമ്പ് ആ പട്ടി തന്നെ എന്നെ ഇഷ്ടികയിലേക്ക് തള്ളിയിട്ട പാടുപടിയുണ്ട്. അതോടുകൂടി എൻ്റെ മുഖത്തിൻ്റെ എല്ലാ ഷേപ്പും പോയി. അപ്പം ഇങ്ങനെ പട്ടി കടിച്ചതിന് ശേഷം ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഈ വിരലിപ്പുറത്തോടെ വന്നു. ഒരു കഷ്ണം ഇങ്ങനെ തൂങ്ങിക്കിടന്നു. അപ്പം എൻ്റെ അപ്പച്ചൻ പാടത്ത് 1.5 കിലോമീറ്റർ അകലെയാണ് എൻ്റെ അപ്പച്ചൻ കൃഷി ചെയ്യണേ. അപ്പം ഞാൻ അവിടേക്ക് ഓടി. അമ്മച്ചി കണ്ട പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇന്ന് സ്കൂളിൽ പോകണില്ലേ? ഇല്ല. എന്താ പോവാത്ത? പട്ടി കടിച്ചെവിടെ? തൂങ്ങിക്കിടക്കുക. എൻ്റെ അപ്പച്ചൻ അവിടെ നിന്ന് എന്നെ കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇടിയിപ്പിച്ച് കൊടകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടറെ കാണിച്ച് തുന്നലിട്ട ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവർ, എൻ്റെ അപ്പച്ചന് ഇന്ന് 85 വയസ്സുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ പ്രായത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ആ കുറവിനെ നമ്മൾ അംഗീകരിക്കണം. ഇതാണ് തിരിച്ചറിവ്. ഇന്ന് പ്രായം അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? നേരം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഒരു പ്രായമായി കഴിഞ്ഞാൽ പറഞ്ഞതൊക്കെ കേക്ക്. അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അവരൊരു മൂലയ്ക്ക് ഇരുത്തിയേക്കാണ്. അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നമ്മൾ സ്വീകരിക്കുമോ? അതൊക്കെ നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നടന്നുണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പറയണ്ടെന്നു കേട്ടോ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇതിനെ പറയുന്ന പേരാണ് തിരിച്ചറിവില്ലായ്മ. കാരണം നമ്മുടെ വേരുകളെ ബഹുമാനിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തിന് ആഴമുണ്ടാകുന്നത്. ആ വേരുള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ നിൽക്കണേ. ആ വേരില്ലെങ്കിലോ? അല്ലേ? ആ വേരില്ലെങ്കിൽ പോയില്ലേ? ആ വേരിന്റെ ബലത്തിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ വേരുകൾക്ക് ബലം നൽകിയാൽ മാത്രമേ മരത്തിന് പന്തലിക്കാനും ദീർഘകാലം നിലനിൽക്കുവാനും സാധിക്കൂ. ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. നമ്മൾ തിരക്ക്, ഭയങ്കര തിരക്ക്. അന്നുണ്ടായിരുന്ന തിരക്ക്. എൻ്റെ അമ്മയ്ക്ക് 40-ാമത്തെ വയസ്സിൽ അയൽവക്കക്കാർ പറഞ്ഞു, ഈ ചേട്ടത്തിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. അങ്ങനെയാണ് എനിക്കിന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റില്ല പ്രിയപ്പെട്ടവരെ, പറ്റില്ല. അന്ന് തിരക്കുണ്ട്. വീട്ടിൽ 10-25 പണിക്കാരുണ്ട്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ അമ്മ
വെള്ളം കോരാൻ വേണ്ടിയിട്ട് പോകും. വെള്ളം കോരാൻ പോകുമ്പോൾ അതായത് കിടക്കയുടെ സൈഡിൽ തലോണ വെച്ച് എന്നെ കിടത്തി ഉറക്കിയിട്ടാണ് എൻ്റെ അമ്മ വെള്ളം കോരാൻ പോണത്. വെള്ളം കോരി വന്ന് ആദ്യം നോക്കണത് കിടക്കയുടെ താഴേക്ക് ചാടിപ്പോയോന്ന്. കാരണം അത് എൻ്റെ അമ്മയുടെ സ്നേഹം, പ്രിയപ്പെട്ടവരെ. ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാന്നേ, ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കണത്. എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും മോനെ എപ്പോഴാ പ്രസംഗം, ഇന്ന സമയം, അമ്മച്ചി പ്രാർത്ഥിക്കാട്ടോ. ആ കരുത്താണ് പ്രിയപ്പെട്ടവരിങ്ങനെ നിൽക്കണത്. ഇവരങ്ങോട്ട് പോട്ടെ, അപ്പോഴറിയാം അവരുടെ വില. ഇപ്പൊ കാണുന്ന അഭ്യാസമൊന്നുമല്ല, ഇവരങ്ങോട്ട് പോട്ടെ, പോകുമ്പോഴറിയാം അതിന്റെ വില. കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില അറിയില്ല, കാഴ്ചയുടെ വില അറിയില്ല. ഇവിടെയാണ് തിരിച്ചറിവുണ്ടാകേണ്ടത്. നസ്രായനായ യേശു അതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ. തിരിച്ചറിവുണ്ടാകണം, ഇതെന്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ് എന്ന് തിരിച്ചറിവുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ തക്കതായ തുണയെ തരും. ആണോ? തക്കതായിട്ടുള്ള ആളെയാണ് കിട്ടിയേക്കണേ. ഒന്നും പറയണ്ട അച്ഛ, അങ്ങനെ എന്തായാലും കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ പോണു അല്ലേ. നിങ്ങളുടെ ഈ ചിരിയിലുണ്ട് രാജീവ്, ശക്തി, മഹത്വം ഒക്കെ. എൻ്റെ പൊന്നച്ഛ, എത്ര എത്ര നല്ല ആലോചന വന്നതാ, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. പണ്ട് കാലത്ത് ഈ തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ രസീത് കിട്ടുമായിരുന്നു. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, വാങ്ങിയ ചരക്കുകൾ തിരിച്ചെടുക്കുന്നതല്ല. ഒരു തിരിച്ചെടുപ്പില്ല അല്ലേ. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുക, പിന്നെ അല്ലേ. സന്തോഷമുണ്ട്, ഒന്നുമില്ല അല്ലേ. ഈ കടലാസ് കൊണ്ട് നമ്മൾ വഞ്ചി ഉണ്ടാക്കാറുണ്ടല്ലോ, വഞ്ചി ചെറുപ്പത്തിൽ. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പതുക്കനെ ആ വെള്ളത്തിൽ ഇങ്ങനെ തട്ടി കൊടുക്കും. അപ്പൊ വള്ളം എന്ത് ചെയ്യും, പതുക്കനെ ആ ഓളത്തിലാണ് പോണത്. ഇനി വെള്ളം തട്ടാതിരുന്ന് നോക്കിയേ, അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇതുപോലെയാണ് പലരുടെ ഇങ്ങനെ പോവും. ഇത് തട്ടിയില്ലെങ്കിലോ ഒരു പോക്കലുമില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ, എനിക്ക് കിട്ടിയ ജീവിത പങ്കാളി എനിക്ക് ശ്രേഷ്ഠനാണ്. എനിക്ക് എൻ്റെ പൊന്നച്ഛ പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. അച്ഛന്ന് വീട്ടിലേക്ക് വാ, തനി സ്വഭാവം കാണണമെങ്കിൽ. അങ്ങനെയല്ല. സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോഴാണ് കർത്താവ് അതുവഴി വരുന്നത്. അപ്പൊ ഇവന്റെ വിചാരം അല്ലേ, നമുക്കെല്ലാം അറിയാം, ആരും എന്നെ കാണുന്നില്ല എന്നല്ലാണ് അവൻ്റെ വിചാരം. പക്ഷെ കർത്താവ് അവനെ കണ്ടു. നീ ഇവിടെ ഇരുന്നേ, 2 മണിക്കൂർ നിന്നോട് സംസാരിക്കട്ടെ. ദൈവവചനം അങ്ങോട്ട് പ്രസംഗിച്ചോ? ഇല്ല. അവനോട് പറഞ്ഞു, മോനെ നിന്റെ കുറവ് എനിക്കറിയാടാ, നിന്റെ പോരായ്മ എനിക്കറിയാടാ. ആ കുറവിനെയും പോരായ്മയും ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു അല്ലേ. നല്ല അപ്പൻ്റെ ഉപമയിൽ ഇളയ മോൻ വരാണ് അല്ലേ. എല്ലാം നശിപ്പിച്ചിട്ട് വന്നു, മേലെ ഈ പടിക്ക് കയറി പോരും, ഇറങ്ങിപ്പോണം. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. അവൻ വന്നപ്പോൾ അവനോട് പറഞ്ഞോ, നീ പോയി കുളിച്ചിട്ട് വാടാന്ന് പറഞ്ഞോ? ഇല്ല. അവൻ വന്നതുപോലെ തന്നെ അവനെ സ്വീകരിച്ചു. കണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറവിനെ അതുപോലെ നമ്മൾ അംഗീകരിക്കണമെന്ന്. എനിക്ക് കിട്ടിയ ജീവിത പങ്കാളി എനിക്ക് ഏറ്റവും നല്ല ആളാണ്. നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് സ്നേഹമാണോ, ഇഷ്ടമാണോ? അങ്ങനെയൊന്നുമില്ല അച്ഛൻ, രണ്ടും ഒന്ന് തന്നെയല്ലേ അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ഒരു റോസാപ്പൂവിനോട് നമുക്ക് ഇഷ്ടമാണോ, സ്നേഹമാണോ? നിങ്ങളെന്ത് വികാരജീവി, ഒരു വികാരവും ഇല്ല. ഇഷ്ടമാണല്ലേ. അതുകൊണ്ടാണ് നമ്മളത് പൊട്ടിക്കുന്നതും തലയിൽ ചൂടുന്നതും ഇഷ്ടപ്പെട്ട ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നതും. 2-3 ദിവസം കഴിയട്ടെ, വാടിപ്പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 2026 ഡിസംബർ 24-ാം തീയതി തീജ്വാല ശുശ്രൂഷയിൽ കൊണ്ടുപോയി ഇടാം എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വയ്ക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ബോക്സിലേക്ക് ഇടൂല്ലേ. പക്ഷെ നമുക്കൊരു ചെടിയോട് നമുക്ക് സ്നേഹമാണെങ്കിലോ,
ആ ചെടീനെ നമ്മൾ പരിലാളിക്കും അല്ലേ? വെള്ളമൊഴിക്കും, വളമിട്ട് കൊടുക്കും. അതിന് മുട്ടുണ്ടാവട്ടെ. ദേ എൻ്റെ ചെടിയിൽ മുട്ടുണ്ടായി, അതൊന്ന് പൂക്കട്ടെ. ആ എൻ്റെ ചെടിയിലെ പൂത്തു. ആ ചെടി ആരെങ്കിലും പൊട്ടിക്കാം, ആ പൂവ് പൊട്ടിക്കാം, നിന്റെ കഴിയാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ആ ചെടിയോട് നമുക്ക് എന്താണ്? സ്നേഹമുള്ളത് കൊണ്ടാ. അപ്പൊ നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഖഭാവം മാറുമ്പോൾ നമുക്ക് തോന്നണം, എന്താ പറ്റിയേ, എന്താ പറ്റിയേ, സാരില്ല കേട്ടോ, ഞാനുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി വിഷമിച്ചിരിക്കും. നീ എന്തിനടി വിഷമിക്കണേ? എന്ത് ഓട്ടറേ, ഞാനുണ്ടേ. അങ്ങനെ പറയാൻ പറ്റണം. അതാണ് സ്നേഹം. ഇത് ഈ പിറുപിറുപ്പാണ്. വീട്ടില് മുഴുവൻ ഇതാണ്. മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, അതാണ് ഇതാണ് എന്തൊക്കെ അഭ്യാസങ്ങൾ പറയണം. എന്നിട്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥന. ഇതിൽ കഥയില്ല. എൽക്കാന എന്ന് പറയുന്ന ആൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്നായും 2 പെനിന്നായും. ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല, പെനിന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു. പെനിന്നയും മക്കളെയും കൊണ്ട് ഹന്നയുടെ മുന്നിൽ നിന്ന് താരാട്ട് പാടാ. ഹന്നായുടെ ചങ്ക് പൊട്ട. പിള്ളേരില്ലാത്തതിൻ്റെ വിഷമം പിള്ളേരില്ലാത്തവർക്ക് അറിയുള്ളൂ. അപ്പം ഈ വിഷമം കണ്ടുകൊണ്ട് എൽക്കാന വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ എന്തിനടി വിഷമിക്കണേ? 10 പുത്രന്മാരെക്കാൾ ഞാനുണ്ട്. ഇതാണ് സ്നേഹം. കാരണം ഇവിടെ വെച്ച നമ്മൾ ഒന്നിപ്പിച്ചേ കുറവുണ്ടാവുന്നേ. 2 വീട്ടിലല്ല ജനിച്ചത്, 2 കുടുംബത്തിലല്ല ജനിച്ചത്, 2 മാതാപിതാക്കന്മാർക്ക് കൂടിയിട്ടല്ല ജനിച്ചേ. സ്വഭാവത്തിൽ കുഴപ്പമുണ്ടാവുന്ന. പക്ഷെ ഇവിടെ വന്ന് ഈ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവിനെ ആ കുറവോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതാണ് സ്നേഹം. ഇതാണ് തിരിച്ചറിവ്. കാരണം എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തന്ന സമ്മാനമാണെന്ന് നമ്മൾ അത് അങ്ങനെ ആ തിരിച്ചറിവാണ് നമുക്ക്. ഇന്ന് തിരിച്ചറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ തിരിച്ചറിവുണ്ടാകണം. അതോടൊപ്പം തന്നെ സദൃശ്യവാക്യം 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കൂ, അവർ വൃദ്ധരായാലും അത് വിട്ടുമാറില്ല. നമ്മുടെ മക്കൾക്ക് നല്ല മാതൃകയുള്ള അപ്പനും അമ്മയും ആവണം. ആദ്യത്തെ സൺഡേ സ്കൂൾ ടീച്ചർ അപ്പനും അമ്മയാണ്. നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് അല്ലേ? അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾഗായേശു പര. ഈ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? എവിടെയാ രാവിലെ പാടുന്നത് അല്ലേ? വെളുപ്പിനെ പാടുന്നത്. ആര് പാടുന്നു? മുൻവശത്തോ പിന്നിലുള്ളൊരു പിന്നുള്ളല്ലോ, ഇവിടെയുള്ളവർ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കുറച്ച് പേര് കേട്ടേക്കണത്, കുറച്ച് പേര് പാടുന്നുണ്ട്, കുറച്ച് പേര് എവിടെയാണ് കേട്ടേക്കണത്? അപ്പനും അമ്മയും പാടുന്നത് കേട്ടിട്ടുണ്ട്. വല്യാപ്പനും വല്യാമ്മയും പാടുന്നത്. നമ്മുടെ വീട്ടിൽ ആ പാട്ടില്ലെന്ന്. എന്നിട്ട് പറയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കൂ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. 8:30 കുർബാന, നമ്മൾ വരേണ്ടത് 9 മണിക്ക്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കൂ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. അതുകൊണ്ട് എന്തായി? പള്ളിയുടെ പുറത്താണ് പല ആൾക്കാർ, പള്ളിയുടെ ഉള്ളിൽ കയറില്ല. ഇവിടെ നടക്കുന്ന ജീവനുള്ള ബലിയാണ്, അതിൻ്റെ അർത്ഥം അറിയില്ല. എന്നിട്ട് പറയാം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കൂ, അവൻ വൃദ്ധനായാലും. കാണിച്ചു കൊടുക്കണ്ടേ? ഇവിടെയാണ് തിരിച്ചറിവുണ്ടാവേണ്ടത്. ഇവിടെയാണ് നല്ല റോൾ മോഡലാവേണ്ടത് അപ്പനും അമ്മയും. എന്നിട്ട് എന്തെങ്കിലും വഴി തെറ്റിപ്പോയി കഴിയുമ്പോൾ കൈവിട്ട് പോയി, അച്ഛാ പോയി, എല്ലാം പോയി. അങ്ങനെ പോകാൻ കാരണം എന്താ? അഭ്യസിപ്പിച്ചില്ല. അതാണ് പ്രശ്നം. ഇവിടെയാണ് തിരിച്ചറിവുണ്ടാകേണ്ടത്. നസ്രായനായ യേശു അതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. കാഴ്ച കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം തിരിച്ചറിവുണ്ടായി. മൂന്നാമത്തത് വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയർന്നു.
അവിടെ പറയുന്നത് എന്നോട് കരുണ തോന്നണമേ, അല്ലേ? നമ്മൾ അങ്ങനെ കരുണ, ഞങ്ങളോട് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന അർത്ഥം ഏതാണ്? വാക്ക് നമ്മുടെ കുർബാനയിൽ കുറിയേലായുസോൻ, അല്ലേ? കുറിയേലായുസോൻ എന്ന വാക്കിന് പകരം വെക്കാനുള്ള പ്രാർത്ഥന ഇല്ല പ്രിയപ്പെട്ടവര്. ദാവീദിന്റെ പുത്രനായ യേശുവേ കുറിയേലായുസോൻ, കുറിയേലായി. സ്വർഗം തുളച്ചു കയറുന്ന പ്രാർത്ഥനയാണ്, സ്വർഗം തുളച്ചു കയറുന്ന പ്രാർത്ഥനയാണ്. 6-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. വിളിച്ചപേക്ഷിക്കുന്നതൊരു ബലഹീനതയായിട്ട് കാണുന്നില്ല, മറിച്ച് യേശുക്രിസ്തു അതുവഴി കടന്നു പോകുന്നതിന് മുമ്പ് അവൻ നിലവിളിച്ചിരുന്നു, എന്തെങ്കിലും തരണേ. എന്തിനു വേണ്ടിയിട്ട്? ഭിക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ. ക്രിസ്തു അതുവഴി കടന്നു പോയപ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് സംഭവിച്ചു? രൂപാന്തരീകരണം സംഭവിച്ചു. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഓരോ നിയോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കണം, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ചങ്ക് പൊട്ടി നിലവിളിക്കണം, കുറിയേലായുസോൻ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ കേട്ട ചരിത്രമുണ്ട് ഉൽപ്പത്തി പുസ്തകം, അല്ലേ? ഹാഗാർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ നിലവിളി, ആ കുഞ്ഞിന്റെ നിലവിളി ആര് കേട്ടു? ദൈവം കേട്ടു, അല്ലേ? ദൈവം കേട്ടു. ഉൽപ്പത്തി പുസ്തകം 21:17 പറയുന്നത്, ഇസ്രായേൽ ജനത്തെ മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുമ്പോൾ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം. ആളുകൾ പിറുപിറുത്തു, മോശ നിലവിളിച്ചു, ചെങ്കടൽ 2ആയിട്ട് ഭാഗിച്ചു, അല്ലേ? യോശുവ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, എറിഹോ മതിലുകൾ തകർന്നു പോയി, അല്ലേ? കർമ്മേൽ മലമേൽ ഏലിയ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, അല്ലേ? ആ നിലവിളി ദൈവം കേട്ടു. ആ ഏലിയ പ്രവാചകൻ സമർപ്പിച്ച യാഗം തീ കൊണ്ട് ദഹിപ്പിച്ചു കളഞ്ഞു, അല്ലേ? ദാനിയേൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലവിളിക്കുമ്പോൾ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും എല്ലാം കിട്ടും, കിട്ടണമെന്നില്ല. പക്ഷേ ദൈവം തരും. റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം തരുന്നേ. പ്രതിസന്ധി ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ലാന്ന്, ദൈവം തരും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തരും. അങ്ങനെ കിട്ടിയതാണ് ഈ അച്ഛനാവണത്. അച്ഛനാവണമെന്ന് ചെറുപ്പം മുതൽ ആഗ്രഹമായിരുന്നു. പക്ഷേ തിരുമേനി പറഞ്ഞു ഡിഗ്രി ജയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ +2 പോയി, പ്രീ ഡിഗ്രിക്ക് പോയത്. പിന്നെ അത് പറയാൻ സമയമില്ല. പ്രീ ഡിഗ്രിക്ക് പോയി. അപ്പം എൻ്റെ കൂട്ടുകാരന്മാർ +2 പഠിക്കാൻ പോയി. സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ പഠിച്ചു. 8 നിലയിൽ പൊട്ടി. അപ്പം അങ്ങനെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ളവർ പറഞ്ഞു, നോബിൾ കയ്യക്ഷരം നന്നാക്കാൻ പോവാണല്ലേ, പരിഹസിച്ചു ആൾക്കാർ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ജയിച്ചു. ജയിച്ചതിന് ശേഷം നേഴ്സിംഗ് പഠിക്കാൻ പോയി. നേഴ്സിംഗ് പഠനം കംപ്ലീറ്റ് ചെയ്ത് ചാലക്കുടി ധന്യ ഹോസ്പിറ്റലിൽ വന്ന് ജോലി ചെയ്തപ്പോൾ മനസ്സിലായി ഈ പണി എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലായി. വീണ്ടും ഡിഗ്രി പഠിക്കാൻ പോയി. ഡിഗ്രി അങ്ങനെ എഴുതിയെടുത്തിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങടന്ന്. ഒരു കാലത്ത് ഈ തോറ്റ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചു, ദൈവം എന്നെ കൊണ്ട് ഒരു കഴിവില്ലല്ലോ. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് 2 ചേട്ടന്മാർ മരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അവർക്ക് പകരം ഞാൻ പോരായിരുന്നു കേട്ടോ, ഞാൻ ഫ്രീ ആണ് എന്ന് ചിന്തിച്ച മനുഷ്യനാണ്. പക്ഷേ ഇന്ന് പ്രിയപ്പെട്ടവരെ, ഒരു വൈദികനാക്കി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ സാക്ഷ്യത്തോടെ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, നിന്നെ വാലല്ല തലയാക്കും, നിന്നെ വാലല്ല തലയാക്കും. ഒട്ടനവധി പ്രതിസന്ധി കൂടെ പോയ ആളാണ് പ്രിയപ്പെട്ടവർ ഈ അച്ഛൻ. പക്ഷേ ദൈവം കേട്ടു, ദൈവം കേട്ടു, അതിനെ അനുഗ്രഹിച്ചു, എന്നെ അഭിഷേകം കൊണ്ട് നിറച്ചു. അതുകൊണ്ടല്ലേ ഇങ്ങനെ എനിക്ക് വന്ന് പ്രസംഗിക്കാൻ പറ്റണേ. നിങ്ങൾക്ക് ആ അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് നമ്മളൊന്ന് വിളിച്ചാൽ മതി. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. നിങ്ങളുടെ ഭൗതികമായ ആത്മീയമായ കാര്യങ്ങളൊക്കെ കർത്താവ് തരും, അല്ലേ? വിശുദ്ധ മത്തായി 7-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും.
യാചിക്കുകയും നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞേ, അല്ല, ലഭിക്കും. അന്വേഷിപ്പീൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? യാചിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ദൈവം തുറന്നു തരും പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പലരും പറയും, മിണ്ടാതിരിക്കി, നിനക്ക് വല്ല തലയ്ക്ക് ഓളുണ്ടോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്തു പറയണം? ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ. പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ബലിയിൽ നിങ്ങൾ സമർപ്പിച്ചോ, നിങ്ങളുടെ ഏത് ഭൗതികമായ ആത്മീയമായ കാര്യങ്ങൾ ദൈവം തന്നിരിക്കും. നിങ്ങൾ അതിൽ സമർപ്പിക്കണം. നമ്മൾ ഈ ജീവനുള്ള ബലി ഒരുക്കത്തോടു കൂടെ വന്ന് അതിൽ സമർപ്പിച്ചാൽ ഏത് യാതനയും ദൈവം തരും പ്രിയപ്പെട്ടവർ. നമ്മൾ ആ വിശ്വാസത്തോടെ, അതാണ് വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം. അപ്പൊ അങ്ങനെ ഇവൻ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവനെ വിളിക്കുവിൻ എന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു, അവന്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. കണ്ടോ? യേശുവിനരികിൽ ചെന്നാൽ മാറ്റം ഉറപ്പാണെന്ന് ആര് ചിന്തിച്ചു? ഭർത്തിയുമായി വിശ്വസിച്ചു. ഇനി എൻ്റെ ജീവിതം പഴയതിന് പുറകെ പോകില്ല, ഞാനത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത്. കാരണം ഈ പുറം കുപ്പായം എന്ന് പറയുന്നത് അവൻ ബെഡായിട്ട് വിരിച്ചിരുന്ന ബെഡായിരിക്കാം, അവനെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും മഞ്ഞിൽ നിന്നും സംരക്ഷണം കൊടുത്ത കവചമായിരുന്നിരിക്കാം, അവൻ ഭിക്ഷ യാചിച്ച ഭിക്ഷാപാത്രമായിരുന്നിരിക്കാം. പക്ഷേ ഇതിനേക്കാൾ ഉപരി ആരെ കണ്ടു? ഇതെല്ലാം സംരക്ഷണം നൽകുന്ന ആരെ കണ്ടു? യേശു ക്രിസ്തുവിനെ കണ്ടു. യേശു ക്രിസ്തുവിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കും. കാരണം അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. പല്ലി വാല് മുറിച്ചോടുന്നു, എന്തിനു വേണ്ടിയിട്ടാ? പല്ലിക്ക് വാല് വേണ്ടാഞ്ഞിട്ടാണോ? അല്ല, അല്ലേ? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതിനെയെങ്കിലും സംരക്ഷിക്കുവാനോ സ്വന്തമാക്കുവാനോ ഉള്ള ശ്രമത്തിൽ നഷ്ടമാകേണ്ടി വരുന്ന എന്തിനേയും നമുക്ക് പുറംകുപ്പായം എന്ന് വിളിക്കാം. ചില പുറംകുപ്പായങ്ങളാണ് നമുക്ക് കാഴ്ച കിട്ടാത്തതിൻ്റെ കാരണം. ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, ചിലപ്പോൾ അസൂയയായിരിക്കാം, ചിലപ്പോൾ അലസതയായിരിക്കാം, ചിലപ്പോൾ പണത്തിനോടുള്ള ആഗ്രഹമായിരിക്കാം, ദുർമോഹമായിരിക്കാം, ചിലപ്പോൾ കോപമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്താണോ പുറംകുപ്പായം, ആ പുറംകുപ്പായം നമ്മൾ എന്ത് ചെയ്യണം? ദൂരെ എറിയണം. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വരണം. അപ്പോൾ കർത്താവ് ചോദിക്കും, മോനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച വേണം. എന്ത് കാഴ്ച? എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ, അംഗീകരിക്കാനുള്ള കാഴ്ച എനിക്ക് വേണം. എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ള കാഴ്ച എനിക്ക് വേണം. എൻ്റെ ജീവിത പങ്കാളിനെ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണാനുള്ള കാഴ്ച എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദന കാണുമ്പോൾ അത് വേദനയാണെന്ന് മനസ്സിലാക്കാനുള്ള കാഴ്ച എനിക്ക് വേണം. അപ്പോൾ ഭർത്തിയുമായി പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം കർത്താവ്, എനിക്ക് കാഴ്ച വേണം. ഇന്ന് എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾ തന്നാ വേണം, അല്ലേ? നമുക്ക് എന്താ വേണ്ടത് ചോദിക്കുക പ്രിയപ്പെട്ടവർ. അപ്പൊ കർത്താവ് പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. സംഭവം അനുഗ്രഹം കിട്ടിയ പിന്നെ നമ്മളെന്താ? പിന്നെ ശരി കേട്ടോ, ഓക്കെ ആണോ? ഏറ്റവും അവസാനത്തെ വാക്യം എന്തായാലും എഴുതിയേക്കണേ, യാത്രയിൽ അവനെ അനുഗമിച്ചു. കണ്ടോ? കാഴ്ച തന്നവന്റെ കൂടെയാണ് പിന്നെ കാഴ്ച കിട്ടിയവന് പോകുന്നത്. കാഴ്ച തന്നവന്റെ കൂടെ പിന്നെ കാഴ്ച കിട്ടിയവൻ പോവുകയാണ്. നമ്മൾ ആരുടെ കൂടെ നടക്കണം? കർത്താവിൻ്റെ കൂടെ നടക്കണം. പ്രിയപ്പെട്ട, കർത്താവിനെ അനുഗമിക്കണം. എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അതാണ് ഗീവർഗീസ് സഹദാ ചെയ്തത്, അല്ലേ? ഗീവർഗീസ് സഹദാ ഒരു പടയാളിയായിരുന്നു. ആൾക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദേശത്തിൻ്റെ നിലവിളി,
ഒരു ദേശത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി ആ ദേശനിവാസികളെ ഉപദ്രവിക്കുന്ന ഒരു ഹിംസജന്തുവിനെ ഉന്മൂലനം ചെയ്തു. കണ്ടോ? കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ നാമത്തിൽ നമുക്കെതിരെ വരുന്ന തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് കഴിയണം. ഒഴുക്കിനെ എതിരെയാണ് നമ്മൾ നീന്തേണ്ടത്. ഗീവർഗീസ് സഹദ ഒഴുക്കിനെതിരെ നീന്തിയൊരു മനുഷ്യനാണ്. കാരണം പല പല സാഹചര്യങ്ങൾ അവന് അതിലേക്ക് പോകാമായിരുന്നു, പക്ഷെ അതിലൊന്നും അവൻ അകപ്പെട്ടു പോയില്ല. ഗീവർഗീസ് സഹദ അങ്ങനെ ധീരമായ സഹതയായിട്ട് മാറിയതുപോലെ നമ്മൾ ഈ പെരുന്നാളിലൂടെ നമുക്കും ആ ഒരു ദൈവാനുഭവം കിട്ടട്ടെ. അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ, അത് സുഖമുള്ള ഏർപ്പാടല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജീവിതത്തിൽ ഇവിടെ വെച്ച് നമ്മളിതെല്ലാം കേൾക്കണേന് ഇപ്പം എന്താ, റേഡിയോ പരസ്യം പറയുന്നത് പോലെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, കേൾക്കും. പക്ഷെ എന്തുണ്ടാവണം? ഫലം ഉണ്ടാവണം. ഒരു വർഷം കൂടെ നോക്കൂട്ടോ, ഒരു വർഷം കൂടെ നോക്കട്ടെ, ഇച്ചിരിയും കൂടി വളമിട്ട് വെള്ളമൊഴിച്ച് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ നോക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അച്ഛാ, ഇതിനേക്കാളും വലിയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ എന്നിട്ട് ഇതേതെവിടെയാ തൃശ്ശൂർ കിടക്കണ ഒരു അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നോ, ഉറങ്ങി, ചിലർ വീഴാറായി, ഇത്രയും പറഞ്ഞിട്ട് വീഴാറായ ആൾക്കാരിരിക്കുക, ഇത്രയും ഗൗരവമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഭാഗ്യത്തിന് തല കൂട്ടിയിടിക്കാത്ത ഭാഗ്യം. പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായിട്ടുള്ളവർക്കും മനസ്സിലാവാത്തവർക്കും എന്തൊക്കെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അച്ഛാ ഇന്ന് ഇവിടെ വന്നിരിക്കുകയോ അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ. തുടക്കത്തിൽ എന്ത് പറഞ്ഞു? പത്രോസ് ചേട്ടൻ അല്ലേ? പത്രോസ് ചേട്ടൻ പള്ളിയിൽ പോയിട്ട് 1 മാസമായി. അപ്പം അങ്ങനെയാണ് അച്ഛൻ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലണേ. അപ്പോഴാണ് ഒരു കനൽക്കട്ട എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് അച്ഛൻ ഇത് പുറത്തേക്ക് എടുത്തപ്പോൾ പത്രോസ് ചേട്ടൻ അത് എടുത്ത് തീയിലേക്ക് ഇട്ടു. അപ്പം അച്ഛനോട് പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം മുതൽ പള്ളിയിൽ വന്നു. അപ്പം നമ്മളിവിടുന്ന് കേട്ടു പുറത്തേക്ക് പോണത് പഴയ സ്ഥലത്തേക്ക് തന്നെ പോണേ. ചിലപ്പോൾ ചാരം പടർത്തുന്ന ഒരു അനുഭവമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കത്തണം. നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെയും വേദപുസ്തക വായനയിലൂടെയും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ നമ്മൾ കത്തണം. ചാരം വരാനിടയാകരുത്. അങ്ങനെ കത്തി ജ്വലിക്കണം. എന്നിട്ട് നമ്മൾ കത്തുക മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മൾ കത്തിക്കണം. അവരും കത്തട്ടെ അല്ലേ? അവരും കത്തി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരു പുതിയ ഭാവമായിരിക്കണം. ചേട്ടാ ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് അമ്മയുടെ എന്തോ ഒരു പിരികളായിട്ട് അങ്ങനെ തോന്നും ചിലപ്പോൾ. അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ചെല്ലും പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ, മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ കത്തണം നമ്മൾ. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ബർത്തീമായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അല്ലേ? വിശുദ്ധ മർക്കോസ് ഹോംവർക്കാണ്. ഏതാണ് അദ്ദേഹം പറഞ്ഞേ? ഹോംവർക്കാണ്. 10:46 മുതൽ 52 വരെ അല്ലേ? അന്ധനായിരുന്നു. അപ്പോഴാണ് കർത്താവ് അതുവഴി കടന്നു പോകുന്നത്. അപ്പോഴാണ് ആള് നിലവിളിച്ചു അല്ലേ? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ അല്ലേ? അപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പും കണ്ടതിന് ശേഷം എന്തുണ്ടായി? ബർത്തീമായിക്ക് മാറ്റം ഉണ്ടായി. അപ്പോൾ പള്ളിയിൽ വന്നതിന് ശേഷം പോകുമ്പോഴും നമുക്ക് എന്തുണ്ടാവണം? മാറ്റം ഉണ്ടാവണം. പെരുന്നാളിന് മുമ്പും പെരുന്നാളിന് ശേഷം നമുക്ക് എന്തുണ്ടാവണം? മാറ്റം ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവണം. 5ാമത്തെ സുവിശേഷമായിട്ട് മാറണം. നമ്മൾ ലോകത്ത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിലല്ല, ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ജീവിക്കുന്നു അല്ലേ? വിശ്വാസം, അതാണ് നമുക്ക് പ്രധാനം. അപ്പം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കേട്ട വചനം മുളച്ചിട്ടുണ്ടോ, അത് വളർന്നിട്ടുണ്ടോ, ഫലം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. അപ്പം എന്തുണ്ടാവണം? ഫലം ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം വിശ്വാസമാണ് കാഴ്ചയ്ക്ക്
ഒന്നാമത് കാരണമായത്. 2, അറിവും തിരിച്ചറിവും. യേശുക്രിസ്തു അതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ അവൻ നിലവിളിച്ചു. അവൻ എന്ത് തോന്നി? തിരിച്ചറിവുണ്ടായി അല്ലേ? തിരിച്ചറിവുണ്ടായി. അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത സമയത്താണ് ഇവൻ നിലവിളിക്കുന്നത്, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരോടുള്ള നമ്മുടെ സമീപനം തിരിച്ചറിവുണ്ടാക്കണം. നമ്മുടെ ജീവിത പങ്കാളിനെ നമുക്ക് ഇനി വന്നതുപോലെയല്ല, നമ്മളൊരു പുതിയ അനുഭവം ആവണം. എനിക്ക് തന്ന എൻ്റെ ഏറ്റവും സ്നേഹനിധിയായിട്ടുള്ള ജീവിത പങ്കാളിയാണ്. അങ്ങനെ ഇനി നിങ്ങൾ പെറുക്കരുത്. നമ്മൾ അംഗീകരിക്കണം, സ്നേഹിക്കണം. ഇതാണ് തിരിച്ചറിവ്. മാതാപിതാക്കന്മാരുടെ റോളാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത്. തിരിച്ചറിവുണ്ടാകണം. മൂന്നാമത്തത് വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം. അവൻ പറയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കുറിയേലായുസോൻ. നമ്മൾ കുറിയേലായുസോൻ എന്ന് വിളിച്ചോ? സ്വർഗം തുളച്ചു കയറി പോകുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പലരും നമ്മളോട് പറയും മിണ്ടാണ്ടിരിക്കാനൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അനുഗ്രഹം കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. ദൈവം തുറന്നു തരും. അപ്പോൾ പറയും, അവനെ വിളിക്കൂ. അവൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു, ചാടി എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്ത് വന്നു. അവൻ്റെ പുറംകുപ്പായം അല്ലേ? ചിലപ്പോൾ നമ്മുടെ പുറംകുപ്പായാണ് നമുക്ക് സൗഖ്യം കിട്ടാൻ കാരണമാകാത്തത് അല്ലേ? അപ്പോൾ നമ്മുടെ പുറംകുപ്പായങ്ങൾ എന്ത് ചെയ്യണം? ദൂരെ എറിയണം. അപ്പോൾ കർത്താവ് ചോദിച്ചു, മോനെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച വേണം. കാഴ്ച, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യാത്രയിൽ അവനെ അനുഗമിച്ചു. മനസ്സിലായോ? മനസ്സിലാവാത്തവർക്കും മനസ്സിലായിട്ടുള്ളവർക്കും. ഒരിക്കലും ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു കൊച്ചു പോയിട്ട് ഒരു മഞ്ച് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട. വേണ്ട എനിക്ക് നിർബന്ധം സഹിക്കുക വയ്യാതെ അച്ഛന് മേടിച്ച് പോക്കലെടുത്തിട്ട് കൊച്ചു കരഞ്ഞു തുടങ്ങി. ഭയങ്കര കരച്ചിൽ. കൊച്ചു കരഞ്ഞ് ഒറ്റ ഓട്ടം കൊടുത്ത് ടീച്ചർ എടുത്ത് എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചർ എന്നെ മഞ്ചെടുത്ത് അച്ഛൻ പോക്കലിനെടുത്തിട്ടു എന്ന് പറഞ്ഞു. ടീച്ചർ ഒരു ചൂരലായിട്ട് തോന്നുന്നു. അച്ഛൻ എന്തൊട്ട് പരിപാടി കാണിച്ച് ആ കൊച്ചിന് തിന്നാൻ കൊടുത്ത മഞ്ചെടുത്ത് അച്ഛൻ പോക്കലിനെടുത്തിട്ടു അല്ലേ? എൻ്റെ പൊന്ന് ടീച്ചറെ, ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞതാ. നിർബന്ധം സഹിക്കുക വയ്യാതെ ഞാൻ പോക്കലിനെടുത്തിട്ടതാ. ടീച്ചർ പറഞ്ഞേ, അതെന്തിനാ അച്ഛനെ തന്നേന്നറിയാമോ? അതിൻ്റെ കവർ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായോ? എന്തിനാ പറഞ്ഞെന്ന് മനസ്സിലായോ? പെരുന്നാൾ അനുഗ്രഹം ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഈ ചങ്കിൻ്റെ ഉള്ളിൽ കയറണം. അല്ലെങ്കിൽ ഇത് കേട്ട് കഞ്ഞി കുടിച്ച് പോകല് മാത്രം ഉണ്ടാവുള്ളൂ. കേൾപ്പാൻ ചെവിയുള്ളവൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി ദൈവത്തോട് നന്ദി പറഞ്ഞു. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ വന്നത്. കർത്താവ് ഇന്ന് പോകുമ്പോൾ അനുഗ്രഹം കിട്ടി സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ കർത്താവേ. ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടെ പോകുവാൻ ഇടയാകണമേ. ഒരു പുതിയ ദർശനം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവെ കാഴ്ചയുള്ളവരായി, തിരിച്ചറിവുള്ളവരായി കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പരിശുദ്ധനായ മോർഗീവറിയ സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ ആ പരിശുദ്ധ സഹദ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃക പിൻപറ്റിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെയൊക്കെ തിരുമുൻപാകെ സമർപ്പിക്കുകയാണ്. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ. എന്നെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ ഇടവക പട്ടക്കാരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവെ, പരിശുദ്ധ പിതാക്കന്മാരെ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണം. പരിശുദ്ധനായ മോർഗീവറിയ സഹദ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മധ്യസ്ഥം വഹിക്കണമേ.
ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ.